തിരുവനന്തപുരത്ത് സിനിമാ പ്രവർത്തകരിൽ നിന്നും കഞ്ചാവ് പിടിച്ചു. തമിഴ്നാട് സ്വദേശിയായ സ്റ്റണ്ട് ആർട്ടിസ്റ്റ് തമിഴ്നാട് വേലൂർ സ്വദേശി മഹേഷിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചത്. എസ് ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, എങ്ങനെയായിരുന്നു ഈ ഒരു പ്രതിയിലേക്ക് പോലീസ് എത്തിയത്? കഞ്ചാവ് ഉണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ പരിശോധന നടത്തിയത്? തീർച്ചയായും ഏതായാലും ഇവിടെ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ നിന്നാണ് ഇപ്പോൾ കഞ്ചാവ് പിടിച്ചിരിക്കുന്നത്. അതായത് നിവിൻ പോളി നായകനാകുന്ന ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ തിരുവനന്തപുരത്ത് പുരോഗമിച്ചു വരികയായിരുന്നു. ഇതിന്റെ ഭാഗമായി ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയ സ്റ്റണ്ട് ആർട്ടിസ്റ്റ് താമസിച്ചിരുന്നത് ഇവിടുത്തെ ഈ തൈക്കാടുള്ള സ്വകാര്യ ഹോട്ടലിലാണ്. ഈ ഹോട്ടലിൽ കഞ്ചാവ് ഉണ്ട്, ഈ വ്യക്തിയുടെ മുറിയിൽ കഞ്ചാവ് ഉണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എക്സൈസ് സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയത്. പരിശോധിച്ചപ്പോൾ ഇതിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു ഡിക്ഷണറി രൂപത്തിൽ ഒരു പുസ്തകം തയ്യാറാക്കി അതിൻ്റെ ഉള്ളിൽ പല അറകളിലായി കഞ്ചാവ് സൂക്ഷിച്ചിരിക്കുന്നതാണ്. 16 ഗ്രാം കഞ്ചാവാണ് ഇപ്പോൾ എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത്. തമിഴ്നാട് വേലൂർ സ്വദേശിയായിട്ടുള്ള മകേശ്വരനിൽ നിന്നാണ് ഈ കഞ്ചാവ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. മകേശ്വരനെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ എക്സൈസ് സംഘം പറയുന്ന മറ്റൊരു കാര്യം, ഇതിൽ ചെറിയ ചെറിയ കവറുകൾ ഉണ്ടായിരുന്നു. അതിനർത്ഥം ഇത് കഞ്ചാവ് വിൽപ്പനയ്ക്ക് വേണ്ടി കൂടി ഉള്ളൊരു രീതിയിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് ഈ സെറ്റിൽ തന്നെ ഇത് വിതരണം ചെയ്യാനുള്ള നീക്കമുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചൊക്കെ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്, അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഏതായാലും സിനിമാ സെറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ ഇടങ്ങളിലും എവിടെയൊക്കെ സിനിമകളുടെ ചിത്രീകരണം നടക്കുന്നുണ്ടോ അവിടെയൊക്കെ എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണം ശക്തമായി തന്നെ തുടരുന്നുണ്ട്. എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്താൻ തന്നെയാണ് നിലവിൽ സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പരിശോധന നടത്തിയതും ഇവിടെ നിന്നും 16 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നത്. തീർച്ചയായും ഷീജ, ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവിനെ കുറിച്ചുള്ള വാർത്ത നമ്മൾ കണ്ടതാണ്. ആ കേസും സിനിമാ മേഖലയിലേക്ക് വ്യാപിച്ച ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഈ പിടിയിലായ പ്രതി, ഇയാൾ ഈ സിനിമാ മേഖലയുമായി കൂടുതൽ ബന്ധമുള്ള ആളാണോ? എന്താണ് ഇയാളെ കുറിച്ച് അറിയാൻ കഴിയുന്നത്? അതായത് തിരുവനന്തപുരത്ത് എത്തിയ ഈ മകേശ്വരൻ എന്ന് പറയുന്ന തമിഴ്നാട് വേലൂർ സ്വദേശിയാണ്. സിനിമകളുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റണ്ട് ആർട്ടിസ്റ്റായിട്ടാണ് നിലവിൽ ഇയാൾ പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയുമായി ഒരു ബന്ധം അയാൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് താഴെത്തട്ടിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സിനിമ ലൊക്കേഷനിൽ തന്നെ ഇതിന്റെ വിതരണം ഇയാൾ ലക്ഷ്യമിട്ടിരുന്നു എന്നത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്താൻ തന്നെയാണ് എക്സൈസ് സംഘം തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അതിന്റെ ലക്ഷണങ്ങൾ ഈ വ്യക്തിയുടെ മുറിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൃത്യമായ രീതിയിൽ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിശോധനകൾ സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ എക്സൈസ് സംഘം നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമാ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണം അത് എക്സൈസ് സംഘം ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.